السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاعلم أنه لا إله إلا الله واستغفر لذنبك وللمؤمنين والمؤمنات والله يعلم متقلبكم ومثواكم. വളരെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രദേശത്ത് ഇന്ന് മതസംബന്ധമായ ഒരു പ്രഭാഷണ പരിപാടി നടക്കുകയാണ്. കേരള മുസ്ലിങ്ങൾ അവരുടെ മത പ്രവർത്തനത്തിൻ്റെ ഭാഗമെന്നോണം ഇതുപോലുള്ള പ്രഭാഷണ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരിക സർവ്വസാധാരണമാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൻ്റെ എല്ലാ മുക്കുമൂലകളിലും മതസംബന്ധമായ പ്രഭാഷണ പരിപാടികൾ നടത്താനും മതത്തെ സംബന്ധിച്ച തെറ്റായ ധാരണകൾ ഇല്ലാതെയാക്കുവാനും മതവിശ്വാസികളായ നമുക്ക് നമ്മുടെ മതത്തെ സംബന്ധിച്ച് കൂടുതൽ അറിയാനും മനസ്സിലാക്കുവാനും ഇതുപോലുള്ള സാഹചര്യങ്ങൾ വളരെയേറെ സഹായകമാണ് എന്ന് നമുക്ക് ബോധ്യമായിട്ടുണ്ട്. ഇങ്ങനെ നടത്തിക്കൊള്ളുവാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് അനുവാദം നൽകുന്നുമുണ്ട്. ലോകരാഷ്ട്രങ്ങളിൽ വളരെ മഹത്വമുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം, ഇന്ത്യ. ആ രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ളതും അനുവദിച്ചു തന്നിട്ടുള്ളതുമാണ് ഈ നാട്ടിൽ, ഈ രാജ്യത്ത് ഏതൊരു പൗരനും, ഏതൊരു വ്യക്തിക്കും തനിക്കിഷ്ടമുള്ള ആശയങ്ങളും ആദർശങ്ങളും സ്വീകരിക്കുവാനും
അത് മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത വിധം പ്രചരിപ്പിക്കുവാനും പ്രബോധനം ചെയ്യുവാനുമുള്ള അധികാരവും അവകാശവും സ്വാതന്ത്ര്യവും നമ്മുടെ ഭരണഘടനയിൽ മനോഹരമായി വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ആ അനുകൂല സാഹചര്യം ഇന്ത്യൻ മുസ്ലിങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ ഉപയോഗപ്പെടുത്തി വരും. കേരള മുസ്ലിങ്ങളിൽ തന്നെ ഈ അനുകൂല സാഹചര്യം ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനമായ, ഇസ്ലാഹി പ്രസ്ഥാനമായ മുജാഹിദ് പ്രസ്ഥാനമാണ്. മുസ്ലിം സമുദായത്തിൽ ന്യൂനപക്ഷമാണെങ്കിലും മതപ്രബോധന രംഗത്ത് മറ്റാരെക്കാളും മുമ്പിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് മുജാഹിദ് പ്രസ്ഥാനം. അവർക്ക് ബോധ്യപ്പെട്ട സത്യം, ആ യാഥാർത്ഥ്യം വിശദീകരിച്ചും വിവരിച്ചും കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അത് അവരിൽ അർപ്പിതമായിട്ടുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ്. അവരിൽ മാത്രമല്ല, ഓരോ സത്യവിശ്വാസിയുടെയും മുസ്ലിമിൻ്റെയും മുഅ്മിനിൻ്റെയും ബാധ്യതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അനുകൂല സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് എനിക്ക് ബോധ്യപ്പെട്ട സത്യം മറ്റുള്ളവനെ കൂടി ബോധ്യപ്പെടുത്തുക, ആ സത്യത്തിലേക്ക് മറ്റുള്ളവരെ കൂടി കൊണ്ടുവരിക, അങ്ങനെ വരാനിരിക്കുന്ന ഒരു അപകടത്തിൽ നിന്ന് മറ്റുള്ളവരെ കൂടി രക്ഷപ്പെടുത്തുക എന്നത് നമ്മുടെയൊക്കെ ബാധ്യതയായ കാര്യമാണ്. പരസ്പരം നമ്മൾ ആ കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന ആ പ്രക്രിയ വളരെ വ്യാപകമായും നിരന്തരമായും നമുക്കിടയിൽ നിലനിൽക്കണം. വിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളെ പറ്റി പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങളാണ് ഏറ്റവും നല്ല സമുദായം. മുസ്ലിങ്ങളെ സംബന്ധിച്ചാണ്, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ സംബന്ധിച്ചാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനിലെ ആ പ്രതിപാദ്യം. അവിടെ പറയുന്നത് കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉമ്മത്തിൽ, സമുദായത്തിൽ ഏറ്റവും നല്ല വിഭാഗമാണ്, ഏറ്റവും നല്ല സമുദായം നിങ്ങളാണ്. ഉഖ്രിജത് ലിന്നാസ്, മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരെ നന്മയിലേക്കും സത്യത്തിലേക്കും ആനയിക്കുവാനും തിന്മയിൽ നിന്നും അപകടത്തിൽ നിന്നും അവരെ തടഞ്ഞു നിർത്തുവാനും, അങ്ങനെ കഴിവുള്ള, തമ്മിൽ പരിമിതമായിട്ടുള്ള എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തി മറ്റുള്ളവരെ സേവിക്കുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആൻ പറയും. തഅ്മുറൂന ബിൽ മഅറൂഫ് വ തൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഈ ഉത്തമ സമുദായമാകണമെങ്കിൽ നിങ്ങളിൽ സദാ ഉണ്ടായിരിക്കേണ്ട ഒരു വലിയ സൽഗുണം തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നല്ല കാര്യങ്ങൾ കൽപ്പിക്കണം. വ തൻഹൗന അനിൽ മുൻകർ, നിഷിദ്ധമായ, വെറുക്കപ്പെട്ട, നിരോധിക്കപ്പെട്ട കാര്യങ്ങൾ വിരോധിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഉത്തമ സമുദായമായി മാറുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. അപ്പോൾ ഒരു നന്മ നമുക്ക് ബോധ്യപ്പെട്ടാൽ ആ നന്മ നമ്മൾ സ്വീകരിക്കുകയും ആ നന്മ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിലേക്ക് അവരെ ക്ഷണിക്കുകയും ചെയ്യുക എന്നത് മാനുഷികമായ ഒരു മൂല്യം മാത്രമല്ല, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കടമയാണ്, നിർബന്ധമുള്ള കാര്യമാണ്. അങ്ങനെ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഒരു ചിന്തയുണ്ടാവും. അങ്ങനെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും ചില ആളുകൾക്ക് അത് പ്രയാസമായാലോ,
ചില ആളുകളുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, സമ്പ്രദായ രീതികളെ നമുക്ക് എതിർക്കേണ്ടി വരികയാണ്. ചില പ്രവൃത്തികളെ, പ്രവണതകളെ എതിർക്കേണ്ടി വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്നേഹക്കുറവിനും അനൈക്യത്തിനും ഛിദ്രതക്കും കാരണമാകുമോ എന്ന് ഭയപ്പെടുന്നവരോടായിട്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെ ഉണ്ടാവാൻ സാധ്യമല്ല എന്നാണ്. നിങ്ങൾ യഥാർത്ഥത്തിലുള്ള സ്നേഹവും ഐക്യവും രത്നിപ്പും യോജിപ്പും ഒരുമയും നിലനിൽക്കുന്നത് തന്നെ നന്മ കൽപ്പിക്കുമ്പോഴും തിന്മ വിരോധിക്കുമ്പോഴുമാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലുള്ള ധാരണ, ഒരു അരുതായ്മ ഒരു വ്യക്തിയിലോ ഒരു വിഭാഗത്തിലോ കാണുമ്പോൾ അത് അരുതെന്ന് നമ്മളെന്തിനു പറയണം, അവരങ്ങനെ ജീവിച്ചു കൊള്ളട്ടെ. അത് അരുതെന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് നമ്മളോട് വെറുപ്പും എതിർപ്പും ഉണ്ടാവും. അതുകൊണ്ട് മൗനമാചരിക്കാം, മിണ്ടേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നു, അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും മൈത്രിയിലും കഴിയേണ്ടവരാണ്. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ളുഹും ഔലിയാഉ ബഅ്ള്. അവർ പരസ്പരം ബന്ധുക്കളാണ്, ആദർശ ബന്ധുക്കളാണ്, സഹോദരന്മാരാണ്, യോജിപ്പിലും ഐക്യത്തിലും കഴിയേണ്ടവരാണ്. യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. അവർ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. അതിലൂടെയാണ് വിശ്വാസികൾ തമ്മിലുള്ള സ്നേഹൈക്യം നിലനിൽക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പോ വിശ്വാസികൾ തമ്മിലുള്ള, മുസ്ലിങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനും പിന്നെ അതേപോലെ തന്നെ ഒരുമക്കും വിഘാതമാകുമോ എന്ന് ഭയപ്പെട്ട് സമുദായത്തിലുള്ള തിന്മകളെ എതിർക്കാതിരിക്കുകയോ സമുദായത്തെ നന്മയിലേക്ക് ആകർഷിക്കാതിരിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു. ആ അടിസ്ഥാനത്തിൽ ഒരു ബാധ്യതയായിട്ടാണ് നമ്മൾ ഈ കർമ്മം നിർവഹിക്കുന്നത്. നമുക്കറിയാം, ഒരു അന്ധനായ മനുഷ്യൻ, രണ്ട് കണ്ണും കൂടാത്ത ഒരു ആളമ്മ, അന്ധനായ ഒരു മനുഷ്യൻ, അയാളെങ്ങനെ മുന്നോട്ട് ഗമിക്കുന്നു, നടന്നു പോകുന്നു. കുറച്ചങ്ങോട്ട് ചെന്നാൽ അഗാധമായ ഒരു ഗർത്തമുണ്ട്, അല്ലെങ്കിൽ ഒരു കിണറുണ്ട്, ഒരു പൊട്ടക്കിണറുണ്ട്. കണ്ണ് കാണാത്ത മനുഷ്യൻ അതിൽ വീണ് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. കണ്ണുള്ള നമ്മൾക്കൊരു ബാധ്യതയുണ്ട് ആ മനുഷ്യനെ അതിൽ നിന്ന് തടയാൻ. കാരണം അയാൾക്കറിയില്ല അയാളുടെ മുമ്പിൽ ഒരു ഗർത്തം വരാനിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കിണറ് പ്രത്യക്ഷപ്പെടാനിരിക്കുന്നു. താൻ ഇങ്ങനെ നടന്നു പോയാൽ അതിൽ വീണു പോകുമെന്ന് അന്ധനായ സാധുവായ ആ മനുഷ്യൻ അറിയുകയില്ല. അതുകൊണ്ട് അറിയുന്ന ആളുകൾ, കണ്ണുള്ള ആളുകൾ ആ വ്യക്തിയെ ആ അപകടത്തിൽ നിന്ന് മാറ്റി രക്ഷപ്പെടുത്തേണ്ടത് എത്രമാത്രം ബാധ്യതയാണോ അതിലുപരിയായിട്ട് ബാധ്യതയാണ് ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു സമൂഹം, ഒരു വിഭാഗം, ഒരു നാട്, ഒരു രാജ്യം ഒന്നിച്ച് അപകടത്തിലേക്ക് പോകുമ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുക എന്നത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അപകടം ഐഹിക അപകടമല്ല, പാരത്രിക ലോകത്തുള്ള അപകടമാണ്. ഇവിടെയുള്ള അപകടങ്ങളും പ്രതിസന്ധികളും വിഷമങ്ങളും ആ പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്ന് പോലും ആളുകളെ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തും നമ്മുടെ കടമയാണെങ്കിൽ, അതിനേക്കാൾ വലിയ അപകടവും അതിനേക്കാൾ വലിയ പ്രയാസവും ഉള്ള തിക്താനുഭവം ഉണ്ടാകുന്ന ഒരു ലോകമാണ് മരണത്തിനു ശേഷമുള്ള മരണാനന്തര ജീവിതം. അവിടെ ശിക്ഷിക്കപ്പെടാനും അവിടെ നഷ്ടക്കാരായി പോകുവാനും അവിടെ അപകടത്തിൽ പെട്ടുപോകാനും കാരണമാവുന്ന ഏതൊരു വിശ്വാസങ്ങളുണ്ടോ, ആചാരങ്ങളുണ്ടോ, അനുഷ്ഠാനങ്ങളുണ്ടോ, സമ്പ്രദായങ്ങളുണ്ടോ, അതേപോലെ തന്നെ രീതികളുണ്ടോ, അതിനെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തേണ്ടത് അറിഞ്ഞവരുടെ ബാധ്യതയായി നാം മനസ്സിലാക്കുകയാണ്. അവിടെയാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ഇതുപോലെയുള്ള പ്രചാരണ പരിപാടികളുടെ പ്രസക്തി. നമുക്കറിയാം, ഇതൊരു ശാന്തമായ ഗ്രാമീണ പ്രദേശമാണ്. ഈ പ്രദേശത്ത് എന്തിനാണ് ഇങ്ങനെ ഒരു പ്രഭാഷണ പരിപാടി? അതിൻ്റെ ഉത്തരമാണ് നാം പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായും നൂറ്റാണ്ടുകളായി മുസ്ലിങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുകയാണ്. ആ മുസ്ലിങ്ങളിൽ ഒരുപാട് തെറ്റായ നടപടിക്രമങ്ങൾ, ജീവിത രീതികൾ, വിശ്വാസ ആചാരങ്ങൾ കടന്നുകൂടാൻ ഇടയുണ്ട്. സ്വാഭാവികമാണത്. എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള കാര്യമാണത്. അതിൻ്റെ തുടക്കത്തിൽ നന്മയാണെങ്കിലും നല്ലതാണെങ്കിലും കുറേ കാലം കഴിയുമ്പോൾ, പഴമയും പഴക്കവും ചെല്ലുമ്പോൾ
സ്വാഭാവികമായിട്ടും അബദ്ധങ്ങളും തെറ്റുകളും വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞകാല പ്രവാചകന്മാരുടെയൊക്കെ പാരമ്പര്യം അതായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറയണ്ടായി, മാമിൻ നബിയ്യിൻ മിനൽ അംബിയാഇ ഖബലി ഇല്ലാ കാന ലഹു അസ്ഹാബുൻ യഖ്തദൂന ബിസുന്നതിഹി വയഹ്തദൂന ബിഅംരിഹി സുമ്മ ഇന്നഹു യഖ്ലഫു മിൻ ബഅദിഹിം ഖുലൂഫൻ യഖൂലൂന മാ ലാ യഫ്അലൂൻ വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ. എനിക്ക് മുമ്പ് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധി, ഒരു അപകടാവസ്ഥ എന്താണെന്നറിയുമോ? റസൂലുള്ള പറയാൻ, ആ പ്രവാചകന്മാരുടെ കാലഘട്ടങ്ങളിൽ ആ പ്രവാചകന്മാർ പറഞ്ഞത് അതേപടി ജീവിതത്തിൽ പുലർത്തുന്ന, ആ പ്രവാചകന്മാരുടെ ചര്യകൾ ജീവിതത്തിൽ പരിപൂർണമായി അനുധാവനം ചെയ്യുന്ന, ഏറ്റക്കുറച്ചിലുകൾ വരുത്താതെ അതിനെ പൂർണ്ണമായി കാത്തു സൂക്ഷിക്കുന്ന നല്ല ഒരു വിഭാഗം ആളുകൾ, അനുചരന്മാർ, അനുയായികൾ എല്ലാ പ്രവാചകന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകന്മാർ മരണപ്പെട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ സുമ്മ ഇന്നഹ യഖ്ലുഫു മിൻ ബഅദിഹിം ഖുലൂഫൻ, അവർക്ക് ശേഷം അടുത്ത തലമുറയോ അതിന്റെ തൊട്ടടുത്ത തലമുറയോ അതിന്റെ തൊട്ടടുത്ത തലമുറയോ വരികയാണ്. ആ തലമുറ ചെയ്യുന്നത് യഖൂലൂന മാ ലാ യഫ്അലൂൻ, അവരോട് കൽപ്പിക്കപ്പെടാത്ത കാര്യമാണ് അവർ പറയുക, അവർ പ്രവർത്തിക്കാത്തതാണ് അവർ പറയുക. ജീവിതത്തിൽ ഉണ്ടാവില്ല. ആളുകളോട് ദഅവത്ത് നടത്തും, ആളുകളോട് പ്രബോധനം ചെയ്യും, ആളുകൾക്ക് നന്മ കൽപ്പിക്കും, പക്ഷെ ആ നന്മ അവരിലുണ്ടാവില്ല. തിന്മ വിരോധിക്കും, പക്ഷെ ആ തിന്മ അവരിൽ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള ദുരവസ്ഥ എല്ലാ പ്രവാചകന്മാരുടെ അനുയായികൾക്കും വന്നിട്ടുണ്ട്. മാത്രമല്ല വയഫ്അലൂന മാ ലാ യുഅ്മറൂൻ, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത കാര്യം അവർ പ്രവർത്തിക്കും. അള്ളാഹു പറഞ്ഞിട്ടുണ്ടാവില്ല, പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടാവില്ല. അള്ളാഹുവും ആ പ്രവാചകനും അവർക്ക് വേദഗ്രന്ഥമുണ്ടെങ്കിൽ ആ വേദഗ്രന്ഥവും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ അവർ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുവാനോ അനുഷ്ഠിക്കുവാനോ ആചരിക്കുവാനോ ഉരുവിടുവാനോ പ്രവാചകനോ വേദഗ്രന്ഥമോ അള്ളാഹുവോ കൽപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അള്ളാഹും അവന്റെ പ്രവാചകനും കൽപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് വയഫ്അലൂന, അവർ പ്രവൃത്തിയിൽ കൊണ്ടുവരിക. അവരുടെ ജീവിതത്തിൽ ആചാര അനുഷ്ഠാന ആഘോഷ സമ്പ്രദായ രീതികളിൽ അവർ ചെയ്യുന്നത് കൽപ്പനയില്ലാത്ത കാര്യമാണ്, നിർദ്ദേശങ്ങളില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ വരും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ, ആ അവസ്ഥ എന്റെ ഉമ്മത്തിനും സംജാതമാകുമെന്ന് റസൂലുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. ഫമൻ ജാഹദഹും ബിയദിഹി ഫഹുവ മുഅ്മിനുൻ, അത്തരം ഒരു സാഹചര്യത്തിൽ ഈ സ്വഭാവക്കാരായ ആളുകളോട് ആരെങ്കിലും കൈകൊണ്ട് ജിഹാദ് ചെയ്താൽ, അഥവാ കൈകൊണ്ട് അത്തരം ഒരു അവസ്ഥയെ തടഞ്ഞാൽ, ഭരണകൂടമാണെങ്കിൽ അവർക്ക് കൈകൊണ്ട് തടയാം, മാതാപിതാക്കളാണെങ്കിൽ മക്കളെ കൈകൊണ്ട് തടയാം, ഭാര്യയാണെങ്കിൽ ഭർത്താവിന് കൈകൊണ്ട് തടയാം, വിദ്യാർത്ഥികളാണെങ്കിൽ അധ്യാപകനെ കൈകൊണ്ട് തടയാം. അതേപോലെ തന്നെ ആരുടെ കീഴിലുള്ളവരാണോ ചെയ്യുന്നത് അധികാരമുള്ളവർക്ക് അത് കൈകൊണ്ട് തടയാൻ പറ്റും. അങ്ങനെ തടയാൻ ശ്രമിക്കുന്നവൻ മുഅ്മിനാണ്. കൈകൊണ്ട് തടയാൻ കഴിവുണ്ടായിട്ടും തിന്മ തടയുന്നില്ലെങ്കിൽ, ഇത്തരമൊരു സാഹചര്യത്തിൽ നിന്ന് സമുദായത്തെ മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ലെങ്കിൽ അവൻ മുഅ്മിനല്ല എന്നർത്ഥം. അപ്പൊ കൈകൊണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ കൈകൊണ്ട് തടയും അവർ. ഒമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, അത്തരമൊരു സാഹചര്യം വരുമ്പോൾ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പറഞ്ഞിട്ടില്ലാത്തതും വേദഗ്രന്ഥത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലാത്തതുമായ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ സമ്പ്രദായങ്ങളോ രീതികളോ ആരെങ്കിലും ചെയ്യുന്നത് ഒരാൾ ശ്രദ്ധയിൽപ്പെടുകയും അയാളുടെ നാവ് കൊണ്ട് അതിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുവാനും അത് ബോധ്യപ്പെടുത്തുവാനും അത് തിരുത്തുവാനും കഴിവുണ്ടാവുകയും ചെയ്തിട്ട് അത് ചെയ്യാതെ പോയാൽ അവൻ ഈമാനില്ല. വമൻ ജാഹദഹും ബിലിസാനിഹി ഫഹുവ മുഅ്മിനുൻ, അത്തരക്കായ ആളുകളോട് ആരെങ്കിലും നാവ് കൊണ്ട് ജിഹാദ് ചെയ്താൽ, അഥവാ നാവ് കൊണ്ട് അത് അരുതെന്ന് പറഞ്ഞാൽ, അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ, ഇന്നത് നന്മയാണെന്ന് പറഞ്ഞു കൊടുത്താൽ, ഫഹുവ മുഅ്മിനുൻ, അവൻ മുഅ്മിനാണ്. വമൻ ജാഹദഹും ബിഖൽബിഹി ഫഹുവ മുഅ്മിൻ, ഇനി നാവ് കൊണ്ട് പറയാൻ സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും അതിനോട് സമരം ചെയ്യണം. അഥവാ മാനസികമായി ഒരിക്കലും അത് പൊരുത്തപ്പെടരുത്. വെറുപ്പും അതേപോലെ തന്നെ നിസ്സഹകരണവും പ്രകടിപ്പിച്ചുകൊണ്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കുകയും അതിനോടുള്ള ശത്രുത പുലർത്തുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. കേരളത്തിലെ മുജാഹിദുകൾ ഈ അർത്ഥത്തിലുള്ള മുജാഹിദുകളാണ്. അല്ലാതെ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന മറ്റു പല രാജ്യങ്ങളിലും മുജാഹിദുകൾ ഉള്ളതുപോലെ രാജ്യത്ത് നിലവിലുള്ള ഭരണകൂടത്തെ താഴെ ഇറക്കി പുതിയ ഭരണകൂടത്തെ കയറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന, അതുപോലെ തന്നെ കുഴപ്പങ്ങളും പിന്നെ ശാന്തവും മനോഹരവുമായ പ്രദേശത്ത് കുഴപ്പമുണ്ടാക്കുന്ന
ആ ഒരു ജിഹാദല്ല. മറിച്ച് സമുദായത്തിൽ തെറ്റായ പ്രവണതകൾ കാണുമ്പോൾ നാവുകൊണ്ട് അതിനെതിരെ ജിഹാദ് ചെയ്യുന്ന, പറഞ്ഞു കൊടുക്കുന്ന, ഉപദേശിച്ചു കൊടുക്കുന്ന ആ അർത്ഥത്തിലുള്ള മുജാഹിദുകളാണ് കേരളത്തിലെ മുജാഹിദുകൾ. ആ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് കൈകൊണ്ട് തടയാൻ അവകാശമുള്ളിടത്ത് നമ്മളത് കൈകൊണ്ട് തടയും. പക്ഷേ വ്യാപകമായി ഇതുപോലുള്ള ഒരു രാജ്യത്ത് നമുക്ക് കൈകൊണ്ട് ഒന്നും നടപ്പിലാക്കാനുള്ള അവകാശം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മുടെ നാവ് കൊണ്ടാണ് നമ്മുടെ ജിഹാദ്. ആ നാവ് കൊണ്ടുള്ള ജിഹാദ് ഇല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളാവുകയില്ല. ഇത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടതാണ്. ആ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജിഹാദ്. അപ്പോൾ നമ്മുടെ ജിഹാദ് എന്തിനോടാണ്? ചില ആളുകൾ അള്ളാഹുവോ അവന്റെ പ്രവാചകനോ പരിശുദ്ധ ഖുർആനോ നിർദ്ദേശിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണ്. പലതും പറയുന്നുണ്ടെങ്കിലും അത് ജീവിതത്തിൽ ഇല്ലതാനും. അങ്ങനെയുള്ള കാര്യങ്ങളെ ശക്തമായിട്ട് എതിർക്കുകയും ആ ഒരു സ്വഭാവത്തിനെതിൽ ജിഹാദ് ചെയ്യുകയും ചെയ്യുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുടനീളം നമ്മൾ ഇതുപോലെയുള്ള പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ചില ആളുകൾ മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ പല വിധത്തിൽ തെറ്റിദ്ധാരണകൾ ഉള്ള ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അപകടകാരികളാണ്, കുഴപ്പക്കാരാണ്, തീവ്രവാദികളാണ് എന്ന് സംശയമുള്ള ആളുകൾ ചില ഭാഗങ്ങളിലുണ്ട്. മറ്റ് ചില ആളുകളുടെ സംശയം അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെയോ പ്രവാചകന്റെയോ വേദഗ്രന്ഥത്തിൻ്റെയോ നിർദ്ദേശമില്ലാത്ത കാര്യങ്ങൾ അത് നമ്മൾ അനുഷ്ഠിക്കരുത്, അത് ചെയ്യരുത്, അത് പ്രവർത്തിക്കരുത് എന്ന് പറയുമ്പോൾ മതത്തിൽ പുതിയതായ കാര്യങ്ങൾ കടത്തിക്കൂട്ടുന്നവരും മതത്തിൽ പലതും ഉള്ളതും ഇല്ലായ്മ ചെയ്യുന്ന കൂട്ടരുമാണ് എന്ന് ഉള്ള ഒരു തോന്നലോ വിശ്വാസമോ പ്രചാരണമോ നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ വ്യാപകമായിട്ടുണ്ട്. മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പുത്തൻ പ്രസ്ഥാനക്കാർ എന്നാണ്, പുത്തൻ ആശയക്കാർ എന്നാണ്. പണ്ട് കാലത്ത് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. പുത്തൻ കൂറ്റുകാർ, കൂറ്റെന്ന ശബ്ദം എന്നർത്ഥം. പുതിയതായ ആശയം പ്രചരിപ്പിക്കുന്നവരാണ്, സമുദായത്തിൽ പുതിയ ആദർശം പ്രചരിപ്പിക്കുന്നവരാണ്. പരമ്പരാഗതമായി മുസ്ലിങ്ങൾ തുടർന്നു വരുന്ന മഹനീയമായ ആചാര അനുഷ്ഠാനങ്ങളെ ചോദ്യം ചെയ്യുന്നവരാണ്, എതിർക്കുന്നവരാണ്. അതുകൊണ്ടാണ് പുത്തൻകൂറ്റുകാർ എന്നും വഹാബികൾ എന്നൊക്കെ പണ്ട് കാലങ്ങളിൽ പേര് പറഞ്ഞിരുന്നത്. വഹാബികൾ എന്നത് ആ പദത്തിന്റെ അർത്ഥം ശരിയാണെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി ആളുകൾ ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു പദമാണത്. ഇസ്ലാം ഈ രാജ്യത്തിന്റെ ശത്രുക്കളായിട്ട് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള ബ്രിട്ടീഷുകാരായ ആളുകളാണ് വഹാബികൾ എന്ന പേര് നമുക്ക് ചാർത്തി കൊടുത്തിട്ടുള്ളത്. ആ പേരിലാണ് അന്ന് മറ്റു മുസ്ലിങ്ങളൊക്കെ നമ്മെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത് പുതിയ ആദർശക്കാരാണ്. അങ്ങകലെ നജ്ദ് എന്ന പ്രദേശത്ത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം പുതിയ പുതിയ ആചാരങ്ങളും ആശയങ്ങളും പ്രചരിപ്പിച്ച വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പിൻപറ്റി അദ്ദേഹത്തിന്റെ പിൻഗാമികളായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദർശം സ്വീകരിച്ചിട്ടുള്ള ആളുകളാണിവർ. അതുകൊണ്ട് ഇവർ വഹാബികളാണ് എന്ന അർത്ഥത്തിൽ പ്രചരിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന മറ്റെന്തോ തരത്തിലുള്ള വളരെ അപകടകാരികളായ ഒരു വിഭാഗമാണ് ഇവർ എന്ന് മനസ്സിലാക്കപ്പെടുന്ന സാഹചര്യം മുൻകാലങ്ങളിലൊക്കെ നമ്മുടെ നാടുകളിൽ പോലും ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് എന്നാണ്. എങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇങ്ങനെ ആക്ഷേപങ്ങളും ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അടുത്തൊന്ന് അറിയുവാനോ മനസ്സിലാക്കുവാനോ കേൾക്കുവാനോ പരിചയപ്പെടുവാനോ ഈ പറയുന്നത് യാഥാർത്ഥ്യമാണോ, സത്യമാണോ, സത്യസന്ധമാണോ എന്നൊന്ന് ആലോചിക്കുവാനും പഠിക്കുവാനും ഒന്നും പലപ്പോഴും നമ്മളാരും ശ്രമിക്കാറില്ല. അതുകൊണ്ട് പല ഭാഗങ്ങളിലും മുസ്ലിം സമുദായത്തിൽ തന്നെ മുജാഹിദുകളെ സംബന്ധിച്ച് ഭീമമായ വലിയ തോതിലുള്ള തെറ്റിദ്ധാരണകൾ. ഞാൻ പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്കടുത്താണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ പറ്റി വലിയ തെറ്റിദ്ധാരണയാണ്. ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട് 1950കളിൽ നമ്മുടെ പ്രഗത്ഭന്മാരായ പണ്ഡിതന്മാർ ഒരു ഭാഗത്ത് ഒരു ദിവസം വാഴ് കഴിഞ്ഞിട്ട് നടന്നു പോവുകയാണ്. പണ്ഡിതന്മാർ 3-4 പേരിങ്ങനെ ഒന്നിച്ചു പോവുകയാണ്. അപ്പോൾ ഒരു കിണറിനറിയിൽ കുറെ മുസ്ലിം സ്ത്രീകൾ വെള്ളമെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, വെള്ളം കോരാൻ വന്നിട്ടുണ്ട്. ഈ വെള്ളം കോരാൻ വന്ന ആളുകൾ ഈ മുജാഹിദ് വഹാബി മൗലവിമാരെ പണ്ഡിതന്മാരെ കാണുകയാണ്. കുട്ടികൾ എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ച പുത്തൻവാദക്കാരാണ് ഇവർ എന്ന് ആ സ്ത്രീകൾക്ക് മനസ്സിലായി. ശ്രദ്ധിച്ചിങ്ങനെ നോക്കി കുറേ നേരം നിന്നു. എന്നിട്ട് അവർ പരസ്പരം ഒരു ചർച്ച നടത്തുകയാണത്രേ. എടി, ഇവരെ കണ്ടിട്ട് നമ്മുടെയൊക്കെ ആളുകൾ അതേപോലെ തന്നെ ഉണ്ടല്ലോ, ഇത് മാറ്റൊന്നും കാണുന്നില്ല. മൂക്ക് കീപ്പോട്ട് തന്നെ, കയ്യും കാലൊക്കെ ഉണ്ട്, വിരലൊക്കെ 5 തന്നെ, കണ്ണ് തലയിൽ തന്നെ, മുഖത്ത് തന്നെ, ഒരു വ്യത്യാസമൊന്നും കാണുന്നില്ല.
അപ്പൊ മനസ്സിലാക്കി വെച്ചിരുന്ന രൂപത്തിൽ പോലും വലിയ വ്യത്യാസമുള്ള എന്തോ ഭയങ്കരമായ ഭീകര ജീവികളാണ് ഇവർ എന്നാണ് സാധാരണക്കാർ മനസ്സിലാക്കി വെച്ചിരുന്നത്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു രീതി ഉണ്ടായത്. നമ്മുടെയൊക്കെ ആളുകളെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആണുങ്ങളെ പോലെ തന്നെയാണ് മുജാഹിദ് ഈ വഹാബി പണ്ഡിതന്മാരും എന്ന് പറയണമെങ്കിൽ രൂപത്തിൽ പോലും ഇവർ വലിയ മാറ്റമുണ്ടോ എന്ന് കരുതിയിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു എന്നർത്ഥം. ഞാൻ എവിടെയും പറയാറുണ്ട്, എനിക്ക് രസാവഹമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ തിരുവനന്തപുരത്ത് കേരളത്തിൻ്റെ തലസ്ഥാനമാണ്, വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്നു നിൽക്കുന്നു, സാംസ്കാരിക രംഗത്ത് ഉയർന്നു നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. അവിടെ ഒരു നല്ല ഒരു യുവാവ് കുറേ കാലം, കുറേ ദിവസങ്ങളോളമോ മാസങ്ങളോളമോ മുജാഹിദ് പ്രവർത്തകന്മാരുടെ കൂടെ നടന്നെന്ന് പറഞ്ഞു. അവരോടൊപ്പം സഹവസിക്കുക, നല്ല നല്ല സംസാരം, അവരോട് നല്ല ലോക്യം, നല്ല പെരുമാറ്റമൊക്കെ, അവരോടൊരു ബന്ധം, പ്രത്യേകമായ ബന്ധം. ആ ഇടയ്ക്കാണ് നമ്മൾ അവിടെ ഒരു പ്രഭാഷണ പരിപാടി വെച്ചത്. നമ്മുടെ ഏതോ ഒരു പണ്ഡിതനെ കൊണ്ടുവന്നിട്ട് ഒരു പ്രഭാഷണ പരിപാടി വെച്ചു. കെ മുഹമ്മദ് സുല്ലമിയാണെന്നാ പറഞ്ഞു. അപ്പൊ വിഷയം അള്ളാഹു എന്നതായിരുന്നു. അള്ളാഹുവിനെ പറ്റി, അവന്റെ വിശേഷണങ്ങളെ പറ്റി, അവന്റെ സൃഷ്ടി മാഹാത്മ്യങ്ങളെ പറ്റി, അവന്റെ സൃഷ്ടി വൈഭവത്തെ പറ്റി, അവൻ മാത്രം ആരാധിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി കെ മുഹമ്മദ് സുല്ലമി ബുദ്ധിപരമായി സമർത്ഥമായും എന്നാൽ സരസമായും അങ്ങനെ സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് ഈ ചെറുപ്പക്കാരൻ ഇതുവരെ കൂടെ നടന്നിരുന്ന മുജാഹിദുകളോട് വന്ന് പറഞ്ഞത്രേ, ഇനി ഞാൻ നിങ്ങളോടൊപ്പമില്ല. ഞാൻ ഇത്രയും നാള് നിങ്ങളോടൊന്നിച്ച് നടന്നത്, നിങ്ങൾ മുസ്ലിം സംഘത്തിലെ, മുസ്ലിം വിഭാഗത്തിലെ ഒരു പരിഷ്കാരികളായ ആളുകളാണ്. അപ്പോൾ അവരിലെ ദൈവമല്ല, അല്ലല്ല എന്ന് പറയുന്ന കൂട്ടരാണ് നിങ്ങളെന്ന് കരുതിയ ഞാൻ നിങ്ങളുടെ കൂടെ കുറച്ച് ദിവസം നടന്നത് ഒരു അന്തസ്സിന് വേണ്ടിയിട്ട്. പക്ഷെ ഇന്നലത്തെ നിങ്ങളുടെ പ്രസംഗം കേട്ടപ്പോൾ യഥാർത്ഥ വിശ്വാസികൾ നിങ്ങളാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഇനി നിങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആ മനുഷ്യന്റെ തെറ്റിദ്ധാരണ എത്രത്തോളം ഉണ്ടായിരുന്നു. മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ പടച്ചവൻ പോലും ഇല്ല എന്ന് പറയുന്ന വിഭാഗമാണ് എന്ന് നമ്മുടെ നാട്ടിൻ്റെ തലസ്ഥാനത്തുള്ള ഒരു മനുഷ്യൻ, അതും ഒരു ചെറുപ്പക്കാരൻ കരുതണമെങ്കിൽ എത്ര വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകണം. ഞങ്ങളുടെ നാട്ടിനടുത്ത് പള്ളിപ്പുറം എന്നൊരു സ്ഥലമുണ്ട്, ഒരു സ്റ്റേഷനൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് നാടപറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു ഹൈസ്കൂളുണ്ട്. ആ ഹൈസ്കൂളിൻ്റെ അടുത്ത് നമ്മുടെ ഒരു മുജാഹിദ് പ്രഭാഷണ പരിപാടി വെക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ നോട്ടീസൊക്കെ ഇറക്കി. ഒരു വെള്ളിയാഴ്ചയാണ് പരിപാടി, വൈകുന്നേരത്ത്. അപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ നോട്ടീസ് കൊടുക്കാനും മറ്റു സൗകര്യം എന്ന നിലക്ക് നമ്മൾ അവിടെ പരിപാടി വെച്ചതാണ്. അപ്പോൾ അന്ന് അവിടെ പള്ളിയിൽ ഭയങ്കരമായ പ്രശ്നമുണ്ടായി. മുജാഹിദുകളെ കൊണ്ട് ഈ പ്രദേശത്ത് വയലു അറിയിപ്പിക്കണ്ട എന്ന് പള്ളിയിൽ നിന്ന് പള്ളി ഖത്തീബും ചില ആളുകളും പറഞ്ഞു. അങ്ങനെ അത് തർക്കമായി. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞത്രേ, അത് വേണ്ട, അവർ പറയട്ടെ, അവർ പറഞ്ഞതിൽ മതവിരുദ്ധമായി വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉസ്താദന്മാരെയും പണ്ഡിതന്മാരെയും കൊണ്ടുവന്ന് പിറ്റേ ദിവസം പറയിപ്പിക്കാമല്ലോ. ആളുകൾക്ക് അങ്ങനെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതാണ്. മതി, ഇത് ഇന്ത്യ രാജ്യമല്ലേ, എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ എന്ന രീതിയിൽ ചില ആളുകൾ സംസാരിച്ചു. അപ്പോൾ എല്ലാവരും കൂടി ഏതായാലും ആ തീരുമാനത്തിലെത്തി. അങ്ങനെ വഴലൊക്കെ പറയാൻ വേണ്ടി ഇതുപോലെ സ്റ്റേജൊക്കെ ശരിയാക്കി റെഡിയാക്കി നിൽക്കുന്ന വൈകുന്നേര സമയമായപ്പോൾ ഞാൻ അവിടെ എത്തിയിട്ടില്ല. അതിനു മുമ്പേ കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ട് നമ്മുടെ ഈ പ്രവർത്തകന്മാരോട് പറഞ്ഞെന്നു. അതായത് ഇവിടെ നിങ്ങളുടെ ഈ വയല് വെക്കാൻ കാരണം, ഇതിന് അനുമതി കിട്ടാൻ കാരണം ഞങ്ങളാണ് കേട്ടോ, ഞങ്ങൾ ഇടപെട്ട് സംസാരിച്ചിട്ടാണ്. ഇവിടെ ഇത് നടത്താൻ പാടില്ല എന്നായിരുന്നു ഈ നാട്ടുകാരുടെ താല്പര്യം. ഇവിടെ ഖത്തീബടക്കം അതാ പറഞ്ഞത്, നിങ്ങളുടെ പരിപാടി ഇവിടെ നടത്തിപ്പിക്കില്ല എന്നാണ്. പക്ഷെ ഞങ്ങൾ ഇടപെട്ടിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാനുണ്ട്. നിങ്ങളുണ്ടല്ല മുഹമ്മദ് നബി ഇല്ല എന്നുള്ള നിങ്ങളുടെ ആ വാദം ഉണ്ടല്ലോ, അതൊന്ന് പറയരുത്. അത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടൊക്കെ നടത്തുന്ന പരിപാടി, ഇന്ന് ആദ്യത്തെ പരിപാടി ആയ കാരണം മുഹമ്മദ് നബി ഇല്ല എന്നുള്ള നിങ്ങളുടെ ആ വാദം ഇന്ന് പറയരുത് എന്ന് നിഷ്കളങ്കരായ കുറച്ച് മുസ്ലിം ചെറുപ്പക്കാർ നമ്മുടെ പ്രവർത്തകന്മാരോട് വന്ന് പറയാം. അപ്പം എന്താ ധരിച്ചു വെച്ചിട്ടുള്ളത്? മുജാഹിദുകൾ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രവാചകനില്ല, മുഹമ്മദ് നബി ഇല്ല. അവർക്ക് നിങ്ങൾക്ക് എവിടെ അള്ളി നബിയൊക്കെ അങ്ങനെ ചോദിക്കുന്നു. എൻ്റെ ഒരു അളിയൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, പെങ്ങളൊക്കെ കല്യാണം കഴിച്ച അളിയനാ. അദ്ദേഹം ചോദിച്ചിട്ട് നിങ്ങൾക്ക് അതിന് അള്ളി റസൂലൊക്കെ ഉണ്ടോന്ന്, അത്ഭുതത്തോടു കൂടി അള്ളി റസൂലൊക്കെ നിങ്ങൾക്ക് ഉണ്ടോന്ന്. അങ്ങനെ അത്ര വലിയ തെറ്റിദ്ധാരണ ഉള്ള ആളുകൾ പല ഭാഗങ്ങളിലുണ്ട്. പ്രത്യേകിച്ച് ആ തെറ്റിദ്ധാരണ സമൂഹത്തിൽ നിലനിർത്താൻ വേണ്ടി ചില ആളുകൾ പ്രവർത്തിക്കും ചെയ്യും, പ്രചരിപ്പിക്കും ചെയ്യും. പടച്ചവനെ മുജാഹിദുകൾ വഹാബികൾ എന്നൊക്കെ പറഞ്ഞാൽ അവർ അള്ളല്ലാത്തോലാണെന്ന്, അത് പറഞ്ഞിട്ട് നടക്കണില്ലെങ്കിൽ നബില്ലാത്തോലാണെന്ന് അറിയും. അത് പറഞ്ഞിട്ട് നടക്കണമെങ്കിൽ അമ്പിയാവുലിയാക്കന്മാരില്ലാത്ത ആൾക്കാരാണെന്ന് അറിയും. അത് പറഞ്ഞിട്ട് നടക്കണില്ലെങ്കിൽ അവർക്ക് കറാമത്തും മൊഴിജത്തൊന്നുമില്ല അങ്ങനെ പറയും. അതും പറ്റുന്നില്ലെങ്കിൽ ഇവർക്ക് ഖബർ സിയാറത്തില്ല, അതേപോലെ തന്നെ മഹാന്മാരെ ആദരിക്കലില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സാധാരണ മനുഷ്യനായിട്ടാണ് ഇവർ കണക്കാക്കുന്നത്.
അങ്ങനെ പോകുന്നു മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ. നമ്മൾ എന്തിനാണ് ഈ വിമർശനത്തെ പറ്റി പരാമർശിക്കുന്നറിയുമോ? ഈ വിമർശനങ്ങൾ നിലനിന്നാൽ നമ്മൾ പറയുന്ന ആദർശത്തിലേക്ക് ആളുകൾ വരികയില്ല. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ നമ്മൾ ആദ്യം തിരുത്തേണ്ടതുണ്ട്. എങ്കിലേ നമ്മൾ പറയുന്ന മർമ്മപ്രധാനമായ ആശയം ഉൾക്കൊള്ളാൻ ആളുകളെ കിട്ടുകയുള്ളൂ. ജനങ്ങളും അതുദ്ദേശിച്ചാണ് ഇങ്ങനെയുള്ള തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നത്. ആളുകൾ നമ്മുടെ ആദർശത്തിലേക്ക് വരാതിരിക്കാൻ നമ്മെ ഒരു ഭീകരവാദികളെ പോലെ അകൽച്ചയിൽ കാണാൻ വേണ്ടി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, പണ്ടൊക്കെ നമ്മുടെ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ പറഞ്ഞിരുന്നു, അവരോട് സലാം പറയാൻ പാടില്ല, അഥവാ സലാം പറഞ്ഞാൽ മടക്കാൻ പാടില്ല മുസ്ലിങ്ങളായ ആളുകളോട്. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയാണ്, ഒരു സ്ഥലത്ത് നിങ്ങളിങ്ങനെ യാത്രയാണ്, ആ യാത്രയിൽ നിങ്ങളോട് ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ആളോട് ആ സലാം അടക്കുകയല്ലാതെ നിങ്ങൾ മുഅ്മിനല്ല മുസ്ലിമല്ല എന്ന അർത്ഥത്തിൽ പ്രതികരിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. വലാ തഖൂലു ലിമൻ അൽഖാ ഇലൈക്കുമുസ്സലാമ ലസ്ത മുഅ്മിനാ. പരിശുദ്ധ ഖുർആൻ, നിങ്ങളോട് ഒരാൾ സലാം പറഞ്ഞാൽ അത് നിങ്ങൾ മുഖവിലക്കെടുക്കണം. അയാൾ മുസ്ലിമാവും, അയാൾ മുഅ്മിനാവും. അല്ലെങ്കിൽ നിങ്ങളത് പരിശോധിക്കേണ്ടതില്ല. സലാം പറഞ്ഞാൽ നീ മുഅ്മിനല്ല, നീ മുസ്ലിമല്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതികരിക്കരുത് എന്നും ആ സലാമിന് വ്യക്തമായി മറുപടി പറയണമെന്നും വിശുദ്ധ ഖുർആൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സലാമിനെ പറ്റി പറയുകയാണ്, നീ സല്ലിം, നീ സലാം പറയണം. അലാമൻ അറഫ്ത വമൻ ലം തഅരിഫ്, നീ അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം. അത്ര വ്യാപകമായി നടക്കേണ്ട ഒരു പ്രക്രിയയാണ്, ഒരു ഗുണമാണ്, ഒരു നല്ല സുന്നത്താണ് സലാം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് അഫ്ശുസ്സലാം, നിങ്ങൾ സലാം ധാരാളമായിട്ട് പ്രചരിപ്പിക്കുക. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞാൽ റോഡിലൂടെ, വഴിയിലൂടെ, റോഡല്ല ആ വഴിയിലൂടെ, അങ്ങാടിയിലൂടെ നടക്കുകയാണ് സലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി. കണ്ടവർക്കെല്ലാം സലാം. അത് ഇസ്ലാമിന്റെ ഒരു ഷിആറാണ്, ഇസ്ലാമിന്റെ ഒരു നല്ല ഗുണമാണ്, മുസ്ലിങ്ങൾ തമ്മിൽ ബാധ്യതയുള്ള കാര്യമാണ്. ആ സലാമിന് പോലും അർഹരായ ആളുകളല്ല മുജാഹിദുകളെന്ന്, ആ സലാം പറഞ്ഞാൽ പോലും മടക്കാൻ പറ്റുന്ന വിഭാഗമല്ല അവരെന്ന്, അവരുമായിട്ട് ഒരു തരത്തിലുള്ള സഹകരണവും ഒത്തൊരുമയും പാടില്ല എന്ന്, അവരുടെ വീടുകളിലേക്ക് വിവാഹം ചെയ്തു കൊടുക്കരുത് എന്ന് പോലും മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും ഉലമാക്കളും മുൻകാലങ്ങളിൽ പ്രസംഗിച്ചിരുന്നു. ഇന്നും ചില ഓണം കേറാമൂലെന്നറിയില്ല, നമ്മൾ ഇതുവരെ അറിവും സംസ്കാരവും ഒന്നും സിദ്ധിച്ചിട്ടില്ലാത്ത പല പ്രദേശങ്ങളിലും ഇന്നും പണ്ഡിതന്മാരെന്ന് പറയുന്നവർ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത്ര അപകടകാരികളാക്കിയിട്ടാണ്, മോശക്കാരാക്കിയിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ചിത്രീകരിക്കുക. സലാം പറയാൻ പാടില്ല, വിവാഹം ചെയ്തു കൊടുക്കാൻ പാടില്ല, വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധം വിച്ഛേദിക്കേണ്ടതാണ് എന്ന് വരെ പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അപ്പൊ ഞാനത് സൂചിപ്പിക്കുന്നത്, ഇങ്ങനെ തെറ്റിദ്ധാരണ നിലനിർത്തുന്നത് എന്തിനാണെന്നറിയുമോ? നമ്മൾ പറയുന്ന ആശയത്തിലേക്ക് ജനങ്ങൾ വരാതിരിക്കാനാണ്. അല്ലാതെ നമ്മൾ അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞുവോ, അവന്റെ പ്രവാചകന്മാരില്ലെന്ന് പറഞ്ഞുവോ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരില്ലെന്ന് പറഞ്ഞുവോ, ഔലിയാക്കന്മാർക്ക് കറാമത്തും അതേപോലെ തന്നെ പ്രവാചകന്മാർക്ക് മുഅ്ജിസത്തും ഇല്ലെന്ന് പറഞ്ഞുവോ, ആരുടെയെങ്കിലും ഉന്നതമായ സ്ഥാനത്തെ താഴ്ത്തിക്കെട്ടുവാനോ ഇകഴ്ത്തുവാനോ നമ്മൾ ശ്രമിച്ചുവോ? എവിടെ നോക്കിയാലും അങ്ങനെയൊന്നും കാണാൻ സാധ്യമല്ല. അള്ളാഹുവിനെ അവന്റെ പരിപൂർണമായ ഇസ്സത്തോടും അവന്റെ പരിപൂർണമായ പ്രൗഢിയോടും കൂടി സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും മുമ്പിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ നമ്മളാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്കും അവന്റെ ഖുദ്റത്തിലേക്കും അവന്റെ തഅ്ലീമിലേക്കും ജനങ്ങളെ ക്ഷണിക്കുന്നത് നമ്മളാണ്. അതിന് പുറമെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് മറ്റാളുകൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും അവനെ മഹത്വപ്പെടുത്തുകയും അവനെ അർഹിക്കേണ്ട സ്ഥാനം നൽകുകയും ചെയ്യുന്നവർ യഥാർത്ഥത്തിൽ മുജാഹിദുകളാണ്. നമ്മൾ മറ്റുള്ളവരെ പറ്റിയാ പറയുന്നത്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം അവരാരും കണക്കാക്കിയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന് പുറമെ മറ്റുള്ള മഹാന്മാരോട് വിളിച്ചു തേടുന്ന ആളുകളെ സംബന്ധിച്ച് പറയുകയാണ്. അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവർ കണക്കാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹുവിനോടല്ലാതെ അവർ പ്രാർത്ഥിക്കുമായിരുന്നില്ല. ലാത്തയോടും മുസ്സയോടും മനാത്തിനോടും അവർ പ്രാർത്ഥിക്കുമായിരുന്നില്ല. വദ്ദിനോടും സുവാഖിനോടും യഗൂസിനോടും യഊഖിനോടും നസ്റിനോടും അവർ പ്രാർത്ഥിക്കുമായിരുന്നില്ല. ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, നൂഹ് നബി, മൂസാ നബി, ഈസാ നബി അടക്കമുള്ള പ്രവാചകന്മാരോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നില്ല. ഉസൈർ, ഖിളർ, മറിയം പോലെയുള്ള ഔലിയാക്കളോട് അവർ പ്രാർത്ഥിക്കുമായിരുന്നില്ല. അള്ളാഹുവിനെ പറ്റി ശരിയായ വിധത്തിൽ അവർ അറിഞ്ഞിരുന്നു എങ്കിൽ എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് പരാമർശിക്കുമ്പോഴാണ് അല്ലാഹു തആല പറയുന്നത് വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി, അള്ളാഹുവിനെ കണക്കാക്കേണ്ട പ്രകാരം
അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പുറമെയുള്ള മറ്റാളുകളോട് അവർ പ്രാർത്ഥിക്കാൻ കാരണം എന്ന് അതേ ആശയം നമുക്ക് പറയാനുള്ളത്. പരിശുദ്ധ ഖുർആൻ 2 സ്ഥലത്താണ് ഈ ആശയം പറഞ്ഞത്. അതേപടി ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാഹു തആല ഖവിയ്യുൻ വളരെ ശക്തിയുള്ളവനും അസീസുൻ പ്രതാപശാലിയുമാണ്. ആ പ്രതാപശാലിയും ഖവിയുമായ അള്ളാഹുവിന്റെ പൂർണ്ണമായ അന്തസ്സും അതേ വിശേഷണവും മഹത്വവും അവർ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറായിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വത്തിലേക്ക്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിലേക്ക്, അവനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്നതിലേക്ക് ക്ഷണിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അങ്ങനെ പറയുന്നു നമ്മളെ പറ്റിയാ പറയുന്നത്. അവർക്ക് അള്ളാഹു ഇല്ല, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ടില്ല. ഞാനൊരു ഉദാഹരണം കൂടി പറയാണ്. ആളുകളിൽ ഉണ്ടായ ഒരു പ്രതികരണം, അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഒരു വഴല് വെച്ച്, ആ വഴല് വെച്ചപ്പോൾ അത് അവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടി ഇടപെട്ട് അത് കുഴപ്പത്തിലാക്കി അത് മുടക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മഹത്വം കൂടുതൽ ആളുകൾക്കിടയിൽ എത്തിക്കുക, അവന്റെ വിശുദ്ധിയെ കൂടുതൽ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുക, അതാണ് നമ്മുടെ രീതി, നമ്മുടെ സ്വഭാവം. അതേസമയത്ത് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ മഹത്വം കുറച്ചു കാണുന്ന ആളുകൾ. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു പ്രദേശത്ത് നമ്മളൊരു പരിപാടി വെച്ചപ്പോൾ അവിടെയുള്ള ആളുകൾ അത് നടത്തരുത് എന്ന് ശാഠ്യം പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പൊ അവിടെയുള്ള കുറച്ച് മറ്റു മതസ്ഥരായ ആളുകൾ വന്ന് നമ്മുടെ ആളുകളോട് ആ ആളുകളോട് പറയാണ്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? അവർ പരിപാടി നടത്തട്ടെ. ഇന്നലെയോ മിനിയാന്നോ 2-3 ദിവസങ്ങൾക്ക് മുമ്പല്ലേ ഇവിടെ ദൈവനിഷേധികളായ മതനിഷേധികളായ ഒരു കൂട്ടർ വന്ന് പ്രസംഗിച്ച്, അവര് ദൈവം തന്നെ ഇല്ല, മതം തന്നെ ഇല്ല എന്നാണല്ലോ പ്രസംഗിച്ചത്. അപ്പോഴൊന്നും നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ. ഇവർ നിങ്ങളുടെ ആളുകളാണല്ലോ, ദൈവത്തെ പറ്റിയാണല്ലോ ഇവർ ശബ്ദിക്കുന്നത്. അതുകൊണ്ട് അവർ പരിപാടി നടത്തട്ടെന്ന് പറഞ്ഞപ്പോൾ ആ നാട്ടുകാരുടെ പ്രതികരണം അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ ആളുകളോട് പറയാം. അവര് വന്നിട്ട് പറഞ്ഞത് ദൈവമില്ല എന്നാണ്. ഇവർ പറയുന്നത് ഔലിയാക്കൾ എന്നല്ല എന്നാണ്. അപ്പൊ ദൈവമില്ല, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രയാസവും തോന്നാത്ത ആളുകൾ ഔലിയാക്കന്മാരെ പറ്റി വല്ലതും പറയുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് നമ്മുടെ പരിപാടി തന്നെ കലക്കുന്ന രൂപത്തിലേക്ക് എത്താനുള്ള കാരണം ശക്തമായ തെറ്റിദ്ധാരണയാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ തെറ്റിദ്ധാരണ അകറ്റുവാനുള്ള അവസരമാണ് ഇതുപോലെയുള്ള പ്രചാരണ പരിപാടികൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായി മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരുള്ള വലിയൊരു പ്രചാരണം ഇവർ പ്രാർത്ഥനയില്ലാത്ത ആളുകളാണ് എന്ന്. പ്രാർത്ഥനയില്ലാത്ത ആളുകളാകുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് അവരോട് വെറുപ്പാണുണ്ടാവുക. അവരോട് അടുക്കുവാനും യോജിക്കുവാനും അവരുടെ ആദർശങ്ങൾ സ്വീകരിക്കുവാനോ സാധ്യമല്ല. എന്തിനേറെ അള്ളാഹുവിന് പോലും ഇഷ്ടമല്ല. ഖുൽ മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ഫഖദ് കദ്ദബ്തും ഫസൗഫ യകൂനു ലിസാമാ. ഖുൽ, നബിയെ താങ്കൾ പറയുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയേണ്ടതാണ്. പ്രവാചകന് ശേഷം നമ്മൾ ഓരോരുത്തരോടും പറയേണ്ടവരാണ്. എന്താണ് താഴെ പറയാൻ പോകുന്ന ആശയം? അത് ജനങ്ങളെ അറിയിക്കൽ നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അറിയിക്കണം. മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലാതിരുന്നാൽ എന്റെ രക്ഷിതാവ് നിങ്ങളെ എങ്ങനെ പരിഗണിക്കുവാനാണ്? അഥവാ പരിഗണിക്കുക തന്നെ ഇല്ല. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യുന്നത് കൊണ്ടാണ്, എപ്പോഴെങ്കിലും അള്ളാഹുമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ടും ദുആ ചെയ്യുന്നത് കൊണ്ടുമാണ് അള്ളാഹു തആല നിങ്ങളെ പരിഗണിക്കുന്നത്. ഏതൊരു വ്യക്തി, ഏതൊരു വിഭാഗം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഇല്ലാതെ നിർത്തിവെച്ചുവോ അവരെ അള്ളാഹു തആല പരിഗണിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ പ്രാർത്ഥന ഇല്ലാത്ത ഒരു വിഭാഗത്തെ അള്ളാഹു തആല പരിഗണിക്കുകയില്ല. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് അവനോട് പ്രാർത്ഥിക്കുന്ന ആളുകളോടാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ ലം യസ്അലില്ലാഹ യഗ്ളബ് അലൈഹി, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്ത വ്യക്തി, അള്ളാഹുവിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടാത്ത വ്യക്തി, അവൻ ആണായാലും പെണ്ണായാലും അവൻ അങ്ങനെ ചെയ്യുന്നത് ധിക്കാരം കൊണ്ടാണ്, നിഷേധം കൊണ്ടാണ്. അതുകൊണ്ട് യഗ്ളബ് അലൈഹി, അള്ളാഹുവിന് ആ വ്യക്തിയോട് കോപമാണ്, വെറുപ്പാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ സങ്കടങ്ങൾ അവന്റെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ, നമ്മുടെ ആവശ്യങ്ങൾ അവനോട് നമ്മൾ ഏറ്റുപറയുന്നില്ല എങ്കിൽ, അവന്റെ അനുഗ്രഹം നമ്മൾ അവനോട് തേടുന്നില്ല എങ്കിൽ അവൻ നമ്മെ പരിഗണിക്കുകയില്ല. മാത്രമല്ല അവന് നമ്മളോട് കോപമാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.
പ്രാർത്ഥന നിനക്കില്ലാതെ വന്നാൽ റബ്ബ് കാട്ടുന്നതല്ല നിങ്ങളോടും ഹുബ്ബ്. ഒരു മുസ്ലിം പാടിയതാണ്. നമുക്ക് പ്രാർത്ഥന ഇല്ലെങ്കിൽ അള്ളാഹുവിന് നമ്മളോട് സ്നേഹം ഉണ്ടാവില്ല. അപ്പൊ പ്രാർത്ഥന വേണം. ഒരു വിശ്വാസി, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം പ്രാർത്ഥന നിരതമായിരിക്കണം. അഥവാ സദാസമയം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ജീവിതത്തിന്റെ വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ നിർണിതമായ പ്രാർത്ഥനകൾ പരിശുദ്ധ ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും വന്നിട്ടുണ്ട്. കഴിവതും അത് പഠിച്ച് അത് തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. അതല്ലാത്ത സന്ദർഭങ്ങളിൽ നിരുപാധികമായി അവന്റെ ഒരാളുടെ ആവശ്യം എന്താണോ, ആഗ്രഹം എന്താണോ, പ്രശ്നം എന്താണോ, അത് തന്റെ റബ്ബിനോട്, നാഥനായ റബ്ബിനോട്, രക്ഷിതാവിനോട് സദാ പറഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്. അപ്പൊ മുജാഹിദുകൾ പ്രാർത്ഥന ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരോട് വെറുപ്പായി. അതിനുവേണ്ടിയാണ് പ്രാർത്ഥന ഇല്ലാത്തവരാണെന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. സത്യത്തിൽ ഇന്ന് നിലവിലുള്ള മുസ്ലിം സംഘടനകളിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥന നിലനിൽക്കുന്നതും അത് നിലനിർത്തി വരുന്നതും മുജാഹിദുകളാണ്. ഒരു ഉദാഹരണം പറയാം. ഇന്ന് നേരം പുലർന്നല്ലോ, രാവിലെ നാം ഉറക്കശയ്യയിൽ നിന്ന് എഴുന്നേറ്റുവല്ലോ. ആ എഴുന്നേറ്റ സമയത്തൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സാധാരണ